ഈ ലോകം ശാശ്വതമല്ല, എനിക്കായി യേശുനായകൻ ഒരുക്കുന്നുണ്ടൊരു ഭവനം. എനിക്കായി യേശുനായകൻ ഒരുക്കുന്നുണ്ടൊരു ഭവനം. സുന്ദരൻ പതിനായിരങ്ങളിൽ ശ്രേഷ്ഠൻ, ദാസരിനെ ഉയർത്തിച്ചവൻ, പാപികളെ വീണ്ടെടുത്തവൻ, ദാസരിനെ ഉയർത്തിച്ചവൻ, പാപികളെ വീണ്ടെടുത്തവൻ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു വേദഭാഗം എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. ഇന്നത്തെ മെസ്സേജിന്റെ ഒരു തലക്കെട്ടായിട്ട് ഞാൻ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്: പരിശുദ്ധാത്മാവിനായിട്ടുള്ള കാത്തിരിപ്പ്. നിങ്ങൾ പറഞ്ഞ എന്താണ്? പരിശുദ്ധാത്മാവിനായുള്ള കാത്തിരിപ്പ്. ഓക്കെ, നമുക്ക് ആ വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. ഇത് എല്ലാവർക്കും നല്ല പരിചയമുള്ള ഒരു വാക്യമാണ് അല്ലേ? എല്ലാവർക്കും ഈ വാക്യം പരിചയമുണ്ടോ? എത്ര പേർക്ക് ഈ വാക്യം നന്നായിട്ട് അറിയാം? ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ദൈവവചന ഭാഗമാണിത്. ഇതിന്റെ സാഹചര്യം ഞാൻ പറയാം. യേശു കർത്താവ് നമുക്കറിയാം. യേശു കർത്താവ് 33.5 വർഷം ഈ ലോകത്തിൽ നിന്ന് തന്റെ വേലയെ തികച്ച്, പിതാവ് ഭൂമിയിലേക്ക് തന്നെ അയച്ച എല്ലാ വേലയും തികച്ച് യേശു കർത്താവിനെ എന്ത് ചെയ്ത്? ക്രൂശീകരിച്ചു. യേശു കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് 40 നാളോളം അല്ലെങ്കിൽ 40 ദിവസത്തോളം ആരുടെ കൂടെ? ശിഷ്യന്മാർക്ക് പല സ്ഥാനങ്ങളിൽ എന്ത് ചെയ്ത്? പ്രത്യക്ഷപ്പെട്ടു. ആ പ്രത്യക്ഷപ്പെട്ടപ്പോ യേശു കർത്താവ് തന്നെ, അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുന്ന ഒരു ഭാഗമാണ്. അതിനു മുന്നേ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 4-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. 1-ാം അധ്യായം 4-ാം വാക്യം. ആ ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് അവിടെ നിന്ന് തന്റെ ശിഷ്യന്മാരോട് പറയാണ്: നിങ്ങൾ എന്ത് ചെയ്യരുത്? യെരൂശലേമിൽ നിന്ന് ഇപ്പൊ എന്ത് ചെയ്യരുത്? മടങ്ങി പോകരുത്. നിങ്ങൾ ഇവിടെ തന്നെ എന്ത് ചെയ്യണം? എന്നോട് ഞാൻ പറഞ്ഞ് നിങ്ങൾ കേട്ട പരിശുദ്ധാത്മാവിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കാത്തിരിക്കണം. അല്ലെങ്കിൽ ദൈവം വാഗ്ദത്തം ചെയ്ത ആ പരിശുദ്ധാത്മാ, പിതാവ് വാഗ്ദത്തം ചെയ്തതാണോ പരിശുദ്ധാത്മാവിനെ? ആണോ? പരിശുദ്ധാത്മാവിനെ വാഗ്ദത്തം ചെയ്തതാണോ? ഓക്കെ, പരിശുദ്ധാത്മാവ് ആരാണ്? ത്രിത്വത്തിൽ 3-ാമനായ പരിശുദ്ധാത്മാവ് അല്ലെ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് അല്ലെ? ത്രിയേകതയും എന്ന് പറയും. പിതാവ് എവിടെ ഉണ്ട്? പിതാവ് സ്വർഗത്തിൽ. ഉയർത്തെഴുന്നേറ്റ് പോയ യേശു കർത്താവ് ഇപ്പൊ എവിടെ ഉണ്ട്? പിതാവിന്റെ വലതു ഭാഗത്ത്. ഭൂമിയിൽ ആരുണ്ട്? ഇന്ന് നമ്മളെ വഴി നടത്താൻ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ കൂടെ എന്തിനുണ്ട്? ഈ ഭൂമിയിൽ ഉണ്ട്. അപ്പൊ ദൈവം വാഗ്ദത്തം ചെയ്തതാണ് ആരെ? പരിശുദ്ധാത്മാവിനെ അല്ലെ? നമുക്ക് എഴുതാം. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം ഒന്ന് ഒരാൾ വായിക്കൂ. എന്നാൽ നിങ്ങളിൽ ഒരു അപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? നിങ്ങളുടെ മക്കള് നിങ്ങളോട് വന്നിട്ട് അച്ഛാ എനിക്ക് വിശക്കുന്ന എന്ന് നിങ്ങൾ പറഞ്ഞാല് നിങ്ങൾ എന്ത് ചെയ്യും? കല്ലിനെ കൊടുക്കുമോ? ഏതെങ്കിലും അപ്പൻ അങ്ങനെ കൊടുക്കുവോ? കൊടുക്കത്തില്ല. അടുത്തത്, മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? അവൻ ഇഷ്ടപ്പെട്ട ഒരു സാധനം വന്ന് അവൻ ചോദിച്ചാ അതിന് പകരം അവനെ ഭയപ്പെടുത്താനുള്ള ഒന്നിനെ നിങ്ങൾ കൊടുക്കുമോ? ഇല്ല. അടുത്തത്, മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? എന്നിട്ട് അടുത്ത പറഞ്ഞിരിക്കുക, അങ്ങനെ ദോഷികളായ നിങ്ങൾ. നമ്മൾ എങ്ങനെയുള്ളവരാണ്? ദോഷികളാണെന്ന്. നമ്മൾ നല്ലവരൊന്നുമല്ല. കർത്താവ് പറയാണ്, അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ. നിങ്ങൾക്കറിയാം നിങ്ങളുടെ മക്കൾക്ക് ഏറ്റവും നല്ലതിനെ കൊടുക്കാൻ.
അറിയുന്നെങ്കിൽ അടുത്ത വാക്യം, അങ്ങനെയെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് ഈ ലോകത്തിലെ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ അറിയാമെങ്കിൽ ദൈവത്തോട് ചോദിക്കുമ്പോൾ, ദൈവമേ അപ്പാ നിന്റെ പരിശുദ്ധാത്മാവിനെ എനിക്ക് തരണമേ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ ദൈവം അത് എത്ര അധികമായിട്ട് എനിക്ക് തരും. ദൈവത്തിന്റെ വാഗ്ദത്തമാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ ഞാൻ എന്ത് ചെയ്യണം? ദൈവത്തോട് ചോദിക്കണം. വേറൊരു ഭാഗത്ത് പറയാണ്, അവൻ ദൈവ സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും എന്ത് ചെയ്യും? വഴി നടത്തും. സത്യത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് എന്ത് ചെയ്യണം? വേണം. അത് ഞാൻ പിതാവിനോട് ചോദിച്ച ആ ദൈവത്തിന്റെ വാഗ്ദത്തത്തിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കാത്തിരിക്കണം എന്ന് പറഞ്ഞു. അപ്പം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ദൈവത്തിന്റെ പ്രോമിസ് ആണ്, എന്നോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്വമാണ്. ഞാൻ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഞാൻ അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കണം. നിങ്ങളിൽ എല്ലാ പേരിലും ആരുണ്ട്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണ്ട്. കാരണം ദൈവം പറഞ്ഞത് ഇങ്ങനെയാണ്, ആ ദൈവത്തിന്റെ സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടക്കും. അല്ലെ, അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും അവൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ബോധം വരുത്തും. അങ്ങനെയെങ്കിൽ ഇപ്പൊ ഈ ലോകത്ത് അനേകരുണ്ട്, പക്ഷെ അവരിൽ ആരും അറിഞ്ഞില്ല അവർ പാപികളാണെന്ന്. അവരടുത്ത് ചോദിച്ചാൽ അവരെന്തോ പറയും? ഞാൻ ഒരു പാപവും ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ പറയും ഞാൻ ആരാണ്? പാപിയാണ്. നമ്മൾ പാപിയാണെന്ന് ആര് പറയും? നമ്മൾ പറയും. കാരണം ദൈവമേ നീ അല്ലാതെ ഒരു നീതിമാനും ലോകത്തില്ല എന്ന് ആർക്കേ അറിയാവൂ? ആരുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തിയോ അവന് മാത്രമേ അറിയാവൂ ഞാൻ ആരാണെന്ന്, പാപിയാണ്. അല്ലെങ്കിൽ നമ്മൾ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന എന്തായിരുന്നു? ഞാൻ ഒരു പാപവും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ ഇന്ന് ഞാൻ പറയുന്നു എന്ത് ചെയ്യും? പൗലോസിനെ പോലെ ഞാനിപ്പം ദൈവമേ ഞാൻ പാപികളിൽ പ്രധാനി, ഞാൻ എന്തെല്ലാം പാപങ്ങൾ അറിഞ്ഞും അറിയാതെ എന്റെ ജീവിതത്തിൽ ഞാൻ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടപ്പാന്ന് ഞാൻ പറയും. അല്ലെ, അപ്പോ നമ്മൾ എല്ലാവരിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ടാണ് ദൈവം പാപിയാണ് എന്ന ഒരു ബോധ്യം തന്ന. ആ ബോധ്യം തന്ന് കർത്താവ് യേശുക്രിസ്തുവിനെ ഞാൻ രക്ഷിതാവായി സ്വീകരിച്ചെങ്കിൽ ഇന്ന് എന്റെ ഉള്ളിൽ വസിക്കുന്നത് ആരാണ്? നിങ്ങളുടെ ശരീരം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ എന്ന് ഞാൻ എന്റെ കർത്താവിനെ എന്നെ രക്ഷിതാവായി സ്വീകരിച്ചോ അന്ന് എന്ത് ചെയ്ത് എന്റെ ഉള്ളിൽ വാസം ചെയ്ത ദൈവത്തിന്റെ ആത്മാവുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് എല്ലാവരിലും എന്തുണ്ട്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണ്ട്. അവന്റെ ശക്തിയെ പ്രാപിച്ചവർ, ഞാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ പ്രാപിച്ചു എന്ന് പറയുന്ന എത്ര പേരുണ്ട്? ഞാൻ ഒരു വാക്യം ആദ്യം മുതലേ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? സത്യത്തിന്റെ ആത്മാവ് വരുമ്പോ അവൻ ഞങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും അവൻ എനിക്ക് ബോധ്യം വരുത്തും. നമ്മൾ ആദ്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളുണ്ടായിരുന്നു, അവൻ പാപത്തെക്കുറിച്ചുള്ള ബോധ്യം ഞങ്ങൾ തന്നു. ഇന്ന് നീതിയെക്കുറിച്ചുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടോ? എന്താണ് ദൈവത്തിന്റെ നീതി? അല്ലെങ്കിൽ കർത്താവേ നീ എന്നെ വിളിച്ചതിന് നിനക്കൊരു ഉദ്ദേശമുണ്ട്, ആ നിന്റെ നീതി അല്ലെങ്കിൽ നിന്റെ ഇഷ്ടം, എന്നെ കുറിച്ചുള്ള നിന്റെ ഇഷ്ടം എന്തപ്പാ? അല്ലെങ്കിൽ ഈ പുറത്ത് നിൽക്കുന്ന ഈ ജനത്തെ കുറിച്ചുള്ള അങ്ങയുടെ ഹിതം എന്തപ്പാ? നമ്മൾ വിചാരിക്കുന്ന ദൈവത്തിന്റെ നീതി ഒന്നും അല്ല. നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? ഞാൻ കുറച്ച് നീതി കാര്യങ്ങളൊക്കെ ചെയ്തത്, ഇതൊന്നും അല്ല. ദൈവം എന്നെ വിളിച്ചത് എന്തെന്നറിയാമോ? അവനൊരു പദ്ധതിയുണ്ട്. ആ ദൈവത്തിന്റെ നീതി എന്തെന്ന് ഞാൻ എന്ത് ചെയ്യണം? എന്നെ ദൈവം രക്ഷിച്ചത് ദൈവത്തിന്റെ നീതിയാണ്. ഇന്നും അതുപോലെ നശിച്ചു പോയ ഒരുപാട് പേര് വെളിയിലുണ്ട്. അവർ രക്ഷിക്കപ്പെടണം എന്നുള്ളത് ദൈവത്തിന്റെ നീതിയാണ്. ആ ബോധ്യം എനിക്കുണ്ടോ? ആ നീതിയെക്കുറിച്ച്, ദൈവത്തിന്റെ ഇഷ്ടത്തെ, ദൈവത്തിന്റെ ആഗ്രഹങ്ങളെ തിരിച്ചറിയാനായിട്ടുള്ള ബോധ്യം എനിക്കുണ്ടോ? നമ്മുടെ പരിശുദ്ധാത്മാവിനെ ശക്തിയെ പ്രാപിക്കുന്നവരുടെ അടയാളങ്ങൾ ഞാൻ പറയുന്നത്. അവൻ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് വഴി നടത്തുന്നവൻ ദൈവത്തിന്റെ ഇഷ്ടം എന്ത് ചെയ്യും? അറിഞ്ഞിരിക്കും. ആണോ? എനിക്കൊരു വ്യക്തിയെ നന്നായിട്ട് അറിയാമെങ്കിൽ ആ വ്യക്തിയുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എല്ലാം ഞാൻ എന്ത് ചെയ്യും? നന്നായിട്ട്. ദൈവം എനിക്ക് ദൈവത്തിന്റെ ശക്തിയെ തരുന്നത് ചുമ്മാ ഈ ശക്തി വെച്ച് വെറുതെ ഇങ്ങനെ ഇരിക്കാനായിട്ടൊന്നും അല്ല. പകരം അതിനകത്ത് എന്തുണ്ട്? ഒരു ഉദ്ദേശമുണ്ട്. നമ്മൾ ദൈവത്തിന്റെ ശക്തിയെ പ്രാപിച്ചോ? ദൈവത്തിന്റെ ശക്തിയെ പ്രാപിച്ചവരാണോ? അടുത്ത ന്യായവിധിയെ കുറിച്ച് ഞാനും നിങ്ങളും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവമേ ഇതിന് ഞാൻ ചെയ്യുന്നത് കാണുന്ന ഒരു ദൈവം ഉണ്ടപ്പാ എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടോ? എന്റെ വാക്കുകൾ ഞാൻ പറയുമ്പോൾ ദൈവമേ എന്റെ ഈ വാക്കുകൾ ഞാൻ ഈ പറയുന്ന എന്നെ ന്യായം വിധിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടോ? പക്ഷെ നമ്മൾ പറയുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിച്ചു. പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തും ഞങ്ങളെ സകല സത്യത്തിൽ അവൻ നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും
എല്ലാം എനിക്ക് എന്ത് ചെയ്യും? ബോധ്യം തരും. അവൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ ബോധ്യം എനിക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. സാക്ഷിയാവും. ഇവിടെ പറഞ്ഞത് ആ വാക്യം ഇങ്ങനെ പറയണ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എന്ത് ചെയ്യും? യെരൂശലേമിലും യഹൂദിയയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷിയാവും. ഇവിടെ യെരൂശലേം എവിടെ? ഞാനായിരിക്കുന്ന എന്റെ കുടുംബം. എന്നെ ദൈവം ഏത് സ്ഥാനത്ത് നിർത്തിയോ ആ സ്ഥാനത്ത് ഞാൻ ആരാവും? സാക്ഷിയാവും. നിങ്ങൾ അടുത്തത് യെരൂശലേം യഹൂദിയയില്. യഹൂദിയെന്ന് വെച്ചാൽ എന്റെ ചുറ്റുപാടുമുള്ള എന്റെ ചുറ്റുപാടുമുള്ളവര് എന്നെ കുറിച്ച് നല്ല സാക്ഷ്യമാണോ പറയുന്നത്? നമ്മുടെ ജീവിതങ്ങളെ അവർ കാണുമ്പോ നല്ല ഒരു സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് ഉണ്ടോ? ഇല്ലെങ്കിൽ എനിക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ എന്റെ വീട്ടിൽ എന്നെ കുറിച്ച് മറ്റുള്ളവർ നല്ലൊരു അഭിപ്രായം പറയുന്നില്ല എങ്കിൽ കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം, അപ്പ എനിക്ക് എന്ത് ചെയ്യണം? ഇന്നുവരെ എനിക്ക് ശരിയായിട്ട് ജീവിക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. എനിക്ക് നിന്റെ സാക്ഷിയാവാൻ പരിശുദ്ധാത്മാവിനെ എനിക്ക് തരണേ അപ്പ. നമുക്ക് പരിശുദ്ധാത്മാവിനെ, നമ്മുടെ ചിന്ത എന്താണെന്നറിയാമോ? കുറെ കൈയടിച്ചാൽ അത് പരിശുദ്ധാത്മാവെന്നാണ്. അല്ല, നമ്മൾ കൈ അടിക്കണം. അത് ദൈവവചനത്തിൽ നിയമമാണ്. പാട്ട് പാടുമ്പോൾ നമ്മൾ കൈ അടിച്ച് ശക്തിയോടെ ദൈവത്തെ ആരാധിക്കണം. അത് നിയമമാണ്. അത് പരിശുദ്ധാത്മാവല്ല, അത് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വമാണ്. അന്യഭാഷ പറയുന്നത് പരിശുദ്ധാത്മാവ് വന്നതിന്റെ അടയാളമാണ്. ആ അന്യഭാഷ ദൈവം എനിക്ക് തന്നത് എന്റെ ആത്മീയ വർധനയ്ക്ക് തന്നതാണ്. ഞാൻ കുറെ അന്യഭാഷ പറഞ്ഞെന്നും പറഞ്ഞ് ഞാൻ ആ ശക്തിയെ പ്രാപിച്ചെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ശക്തി പ്രാപിക്കണം. കർത്താവിന്റെ അടുത്ത് ഇന്നും എനിക്ക് സാക്ഷ്യമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. എന്റെ വീട്ടില്, എന്റെ ചുറ്റുപാടുകളില്, അതല്ലെങ്കിൽ എന്റെ ശത്രുക്കളുടെ, നിങ്ങൾ ഇഷ്ടമില്ലാത്ത ആൾക്കാര് ഇന്ന് നിങ്ങളെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറയൂ. പ്രാർത്ഥിക്കുന്നു, കർത്താവേ ഞങ്ങളെ ഒന്ന് മാറ്റണേ അപ്പ. എങ്ങനെയെങ്കിലും ഒരു ക്രിസ്തീയ ജീവിതം നയിച്ചു പോകാനായിട്ടല്ല, എനിക്ക് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ എനിക്കൊന്ന് മാറണം. എനിക്ക് ക്രിസ്തുവിനെ എനിക്കൊന്ന് ധരിക്കണം. എന്നെ കാണുന്നവർ അതിലൂടെ ആരെ കാണണം? ക്രിസ്തുവിനെ കാണണം. ഒരു സാക്ഷ്യമുള്ള ഒരു ജീവിതം നയിക്കണം അപ്പ. അതിനായിട്ട് എന്നെ സഹായിക്കണമേ. എല്ലാവരും നിങ്ങൾ ഈ പറഞ്ഞ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഞാൻ ഒന്നാമത് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ എനിക്ക് വേണം. പരിശുദ്ധാത്മാവിന്റെ ശക്തി എനിക്ക് വേണം. പരിശുദ്ധാത്മാവ് ഉണ്ട്. ഞാൻ ചോദിക്കാം, എന്നോ കിട്ടിയ ഒരു പരിശുദ്ധാത്മാവ്, എന്നോ എന്റെ ജീവിതത്തിൽ പ്രാപിച്ച ആ പരിശുദ്ധാത്മാവിനെയും കൊണ്ട് ഞാൻ എന്നും നടക്കാനായിട്ടല്ല ദൈവം എന്നെ വിളിച്ചത്. ആ ശക്തി എന്ത് ചെയ്യണം? പുതുക്കണം. ആ ശക്തി പുതുക്കണം. കാരണം ക്രിസ്തീയ ജീവിതം ശരിയായിട്ട് നമുക്ക് ഓടാൻ പറ്റാതെ അവിടെ എവിടെയും തട്ടി വീഴുന്നതിന്റെ കാരണം എന്നറിയാമോ? അന്ന് കിട്ടിയ ആ പാപത്തെ കുറിച്ച് കിട്ടിയ ആ ബോധ്യം ഉണ്ടല്ലോ, ആ പരിശുദ്ധാത്മാവിൽ ഇന്ന് ഞാൻ എന്ത് ചെയ്ത് ക്രിസ്തീയ ജീവിതം ഓടിക്കൊണ്ടിരിക്കുകയാണ്. യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയാണ്, വാഗ്ദത്തം നിങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇവിടെ നിന്ന് മാറിപ്പോകരുത്. പോകാതെ എന്ത് ചെയ്യണം? അവിടെ കാത്തിരിക്കണം. പരിശുദ്ധാത്മാവ് നമുക്ക് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് കിട്ടണമെങ്കിൽ ഒരു കാത്തിരിക്കാതെ നമുക്ക് കിട്ടത്തില്ല. നേരത്തെ നമ്മൾ വായിച്ച വാക്യത്തിൽ പറഞ്ഞ, അപ്പനോട് ചോദിച്ചാലേ അപ്പൻ എന്ത് ചെയ്യത്തുള്ളൂ? തരും. തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം തരുമെന്നാണ്, അല്ലെ? ഏത് അളവ് വേണമെന്ന് ആര് ചോദിക്കണം? ഞാൻ ചോദിക്കണം. ഞാൻ ചോദിക്കുന്ന അതനുസരിച്ച് ആർക്കറിയാൻ പറ്റും ഇതിന് എത്രത്തോളം എന്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കുന്നതും ദൈവം തിരിച്ചറിയപ്പെടും. എന്റെ കൊച്ചുങ്ങൾ വന്നിട്ട് ഒരാവശ്യം ഒരു ദിവസം പറഞ്ഞിട്ട് അവരങ്ങ് പോയി. ഞാൻ കേട്ടു. അവർ പിന്നീട് ചോദിച്ചില്ല. ഞാനും അങ്ങ് എന്ത് ചെയ്യും? പറഞ്ഞു. അവർ നാളെയും വന്നിട്ട് ചോദിക്കാണ്, എനിക്ക് അമ്മമ്മി എനിക്കിത് വേണം എന്ന് പറഞ്ഞ്. മൂന്നാമത്തെ ദിവസം അവർ വന്നിട്ട് ചിലപ്പോ എന്റെ കയ്യിൽ ഇല്ലായിരിക്കും, പക്ഷെ അവർ കരഞ്ഞോണ്ട് പറഞ്ഞു, മമ്മി ഇതില്ലാതെ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളത് കൊടുത്തിരിക്കും. അതെന്താണ് ഈ തുടർച്ചയായിട്ടുള്ള ചോദ്യം? എന്തിനെ കാണിക്കുന്നു? അവർക്ക് അതിന് എത്രത്തോളം ആവശ്യമുണ്ടെന്നുള്ള, അല്ലെ? ഇതുപോലെ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കൂടാതെ, അപ്പാ എനിക്ക് അങ്ങേ കൂടാതെ എനിക്ക് മുമ്പോട്ട് ഒരു ചോട് വെക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല അപ്പാ എന്ന് ഞാൻ എങ്ങനെ ദൈവത്തോട് ചോദിക്കുന്നോ അതനുസരിച്ചിട്ടാണ് ദൈവം എന്ത് ചെയ്യുന്ന തരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ എനിക്ക് തരുന്നത്. ഓക്കെ, നമ്മൾ പലപ്പോഴും കാത്തിരിക്കാറുണ്ടോ? നിങ്ങൾ ദൈവസന്നിധി കാത്തിരിക്കാറുണ്ടോ? നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ സന്നിധിയിൽ പോയി കാത്തിരിക്കുന്നത് എന്തെന്നറിയാമോ? ഇതുപോലെ ഓരോ ആവശ്യങ്ങള് നിറവേറപ്പെടാനായിട്ടാണ് കാത്തിരിക്കുന്നത്. പക്ഷേ
നമ്മുടെ കാത്തിരിപ്പിനെ ഒന്ന് മാറ്റിക്കേ. നമ്മുടെ ഇത്രയും നാൾ നിങ്ങൾ ഇങ്ങനെ കാത്തിരുന്നിട്ട്, അല്ലെങ്കിൽ ഞാനും നിങ്ങൾ ഇങ്ങനെ കാത്തിരുന്ന് നമ്മൾ എന്ത് നേടി? ഒന്നും നേടിയില്ല. പക്ഷെ നമ്മൾ ഇനി മുതൽ നമ്മൾ കാത്തിരിക്കേണ്ട എവിടെ? എന്റെ ആവശ്യങ്ങളെ ഞാനൊന്ന് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം? ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എനിക്ക് തരണം. കാരണം എന്തെന്നറിയാമോ അങ്ങനെ പറഞ്ഞത്? എന്തുകൊണ്ടാണ് നമ്മൾ കടത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുന്നു? അല്ലെ, കടം മാറണം എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നു. എന്നിട്ട് മാറി വരാൻ നാളുകൾ എടുക്കും. ദൈവത്തിന്റെ കരുണയാൽ ദൈവം എന്ത് ചെയ്യുന്നു? മാറ്റി തരുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു, എന്നാൽ പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ കാത്തിരുന്നാല് അവൻ എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ കടം വാങ്ങിക്കാൻ ഞങ്ങളെ സമ്മതിക്കത്തില്ല. എന്തുകൊണ്ട് ഈ കടം വന്ന്? നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ പ്രവർത്തിച്ചതാ. നമ്മുടെ ബുദ്ധി നമ്മൾ ഉപയോഗിച്ചത്. ദൈവത്തോട് ആലോചന ചോദിക്കാതെ നമ്മുടെ ബുദ്ധി നമ്മൾ ഉപയോഗിച്ചത് കൊണ്ടാണ് കടം ഉണ്ടായത്. ദൈവത്തിന് അപ്പൊ വീടിന്റെ കാര്യം ഞാൻ പറയാം. നമുക്കൊരു വീട് വേണം. വീടിന് എന്താണ്? മഴയും വെയിലും നനയാതിരിക്കാൻ നിങ്ങൾക്ക് കയറി കിടക്കാൻ ഒരു വീടുണ്ടായാൽ മതി. ബൈബിളിൽ നമ്മളെ പഠിപ്പിക്കുന്നത് ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിക്കാൻ ഞാൻ പഠിക്കണം. ഉള്ള അവസ്ഥയിൽ തൃപ്തിയോടുകൂടെ ഇരിക്കാനായിട്ട് എനിക്ക് എന്ത് ചെയ്യണം? അറിയാതിരിക്കണം. പക്ഷെ എനിക്ക് എന്താണ്? എന്റെ ചിന്തകൾ അതിന് മേളിലാണ്. എനിക്ക് എന്ത് ചെയ്യണം? വലിയ രീതിയിലാവണം എന്ന് വിചാരിച്ചാൽ എനിക്ക് കടം വരും. ദൈവത്തെ നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ടെങ്കിൽ ഈ ഭാഗമല്ല ആര് നമ്മളെ നിയന്ത്രിക്കുമെന്നറിയാമോ? ഇന്ന് നമ്മളെ മക്കൾക്ക് വേണ്ടി, അല്ലെ, ഇന്ന് മക്കളെല്ലാവരും വഴിതെറ്റി പോകുന്ന കാലഘട്ടങ്ങളാണ്. പിള്ളേർക്ക് വേണ്ടി നമ്മൾ കരയാറുണ്ട്. ആദ്യമേ നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി കരഞ്ഞെങ്കിൽ ഈ കൊച്ചുങ്ങളെ വളർത്താനുള്ള ഞാനോ ആര് തന്നേനെ? നമ്മൾ വളർത്തിയതിന്റെ കുറെ കുഴപ്പങ്ങൾ നമ്മുടെ മക്കളിലുണ്ട്. ഒരു എന്താണ് അപ്പനമ്മമാരും ഒരു പാരന്റ്സും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാരന്റ്സും ഇല്ല. കുറവുകളുള്ളവരേ ഉള്ളൂ. ഞാൻ ഉൾപ്പെടെ, ഞാനും എന്റെ ഭർത്താവും ഉൾപ്പെടെ എല്ലാ പാരന്റ്സും എന്ത് ചെയ്ത് ധാരാളം കുറവുകളുള്ളവരാണ്. എല്ലാ മക്കളും ധാരാളം കുറവുകളുള്ള മക്കളാണ്. അപ്പൊ നമ്മൾ വളർത്തുന്നതിന് എന്ത് ചെയ്യും? കുറെ കുറവുകൾ വരും. പക്ഷെ ഈ കുറവുകൾ മാറ്റണമെങ്കിൽ ഈ അപ്പ എനിക്ക് ശരിയായിട്ട് എന്റെ മക്കളെ വളർത്താൻ അറിയത്തില്ല, അപ്പ എനിക്ക് നിന്റെ പരിശുദ്ധാത്മാവിനെ തരണമേ എന്ന് പറഞ്ഞ് നമ്മൾ ഇതുവരെയും ദൈവസന്നിധിയിൽ എന്ത് ചെയ്തിട്ടില്ല? ഇരുന്നിട്ടുണ്ടോ? നമ്മൾ എങ്ങനെയെങ്കിലും വളർത്തി നമ്മുടെ മക്കളെ വഴി തെറ്റുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, ദൈവമേ എന്റെ മക്കളെ ശരിയാക്കി തരണേ. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തക്ക സമയത്ത് നമുക്ക് ജ്ഞാനം തരണം. ദൈവമേ, എങ്ങനെ വഴി നടക്കണം, ഞാൻ അടുത്ത സ്റ്റെപ്പ് എങ്ങനെ വെക്കണം എന്ന് എനിക്ക് ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് എന്ത് ചെയ്യണം? ആലോചന പറഞ്ഞു തരണം. അതുകൊണ്ട് കാത്തിരിക്കേണ്ട എന്തിനു വേണ്ടി കാത്തിരിക്കണമെന്നറിയാമോ? ഇതിനായിട്ട് കാത്തിരിക്കണം, ദൈവത്തിന്റെ ആത്മാവിനായിട്ട്. ദൈവമേ, മോശ പ്രാർത്ഥിച്ച പോലെ നിന്റെ സാന്നിധ്യം ഇല്ലാത്ത ഒരു സ്ഥലത്തും എന്നെ അയക്കല്ലേ അപ്പാ. നീ കൂടെ ഇല്ലാത്ത ഒരിടത്തും എന്നെ അയക്കല്ലേ. നീ എന്റെ കൂടെ ഇരിക്കണേ അപ്പാ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും ദാവീദ് നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയല്ലേ. കാരണം പരിശുദ്ധാത്മാവ് തന്നിൽ നിന്ന് പോയപ്പോ ഉള്ള അവസ്ഥ എന്താണെന്ന് ആര് തിരിച്ചറിഞ്ഞു? ദാവീദ് തിരിച്ചറിഞ്ഞു, അല്ലെ? ദാവീദ് പാപം ചെയ്തപ്പോ പാപം ചെയ്തതിന് ശേഷം ദൈവസന്നിധിയിൽ മടങ്ങി വരുന്ന ദാവീദിന്റെ പ്രാർത്ഥനയാണ് ആ സങ്കീർത്തനം 51. അവിടെ പറയുന്നത്, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് നീ എടുത്തു കളയല്ലേ. ദൈവത്തിന്റെ ആത്മാവില്ലാത്ത ഒരുവന്റെ അവസ്ഥ അവനത് തിരിച്ചറിയാൻ കഴിഞ്ഞപ്പോ പ്രാർത്ഥിക്കുന്നതാണ്. നമ്മളും പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? ദൈവത്തിന്റെ ആത്മാവ്. അപ്പൊ ആ ദൈവത്തിന്റെ ആത്മാവിനെ എനിക്ക് മറ്റെല്ലാത്തിനെക്കാട്ടിലും എന്റെ ആരോഗ്യത്തെക്കാട്ടിലും നല്ലത് ഏതാണ്? എനിക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. എന്റെ ജോലിയെക്കാട്ടിലും ഏറ്റവും എനിക്ക് ആവശ്യം ഏതാണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ദൈവമേ, എന്റെ നല്ല ഭാവിയെക്കാളിലും ഏറ്റവും എനിക്ക് ആവശ്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. കാരണം ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ബാക്കി എല്ലാം ശരിയായിക്കോളും.